ഒരേ സമയം രണ്ടു വേദികളിൽ യക്ഷഗാനം പ്രദർശിപ്പിച്ചത് കാണികൾക്ക് പുത്തൻ അനുഭവമായി മാറി. കൂഡ്ലു കുത്യാള ഗോപാലകൃഷ്ണ ക്ഷേത്ര പരിസരത്ത് പ്രത്യേകം തയ്യാറാക്കിയ വേദിയിലാണ് യക്ഷഗാനം പ്രദർശിപ്പിച്ചത്. ബിന്ദു ജ്വല്ലറി, കാസർഗോഡ്. ഗോൾഡ്, ഡയമണ്ട്, ബേർസ്റ്റോൺ, സിൽവർ, 100% BIS 916 ഹോൾമാർക്ക് ഗോൾഡ്. കേരളത്തിൻ്റെ തനത് നൃത്തകലയായ കഥകളിയുമായി നല്ല സാമ്യമുള്ള കലാരൂപമാണ് യക്ഷഗാനം. കഥകളിയോട് സാദൃശ്യം തോന്നുമെങ്കിലും അടിസ്ഥാനപരമായി ഒരു നാടൻ കലാരൂപം തന്നെയാണ് ഇത്. രാമായണം, മഹാഭാരതം തുടങ്ങിയ പുരാണ ഇതിവൃത്തങ്ങൾ തന്നെയാണ് കഥയ്ക്കായി തെരഞ്ഞെടുക്കുന്നത്. കർണാടകയിൽ നിന്നും ഉരുത്തിരിഞ്ഞ നാടോടി കലാരൂപമായതിനാൽ തന്നെ കേരളത്തിൽ കാസർഗോഡ് മാത്രമാണ് ഈ കല ഇന്ന് പ്രചാരത്തിലുള്ളത്. ക്ഷേത്രങ്ങളിൽ വളരെ ഭക്തിയോടെ അനുഷ്ഠിച്ചു പോരുന്ന യക്ഷഗാനം നിരവധി തവണ ഗോപാലകൃഷ്ണ ക്ഷേത്രത്തിൽ അരങ്ങേറിയിട്ടുണ്ട്. വീണ്ടും 8 വർഷത്തിന് ശേഷമാണ് യക്ഷഗാനം പ്രദർശിപ്പിക്കുന്നത്. പാരമ്പര്യമനുസരിച്ച് യക്ഷഗാനം രാത്രി മുഴുവൻ നീണ്ടു നിൽക്കും. പാരമ്പര്യ തനിമ ചോരാതെ രാത്രി 10 മണിയോടെ ആരംഭിച്ച യക്ഷഗാനം പുലർച്ചെ 5 മണി വരെ നീണ്ടുനിന്നു. നിറപ്പകിട്ടാർന്ന വേഷങ്ങൾ അണിഞ്ഞ കലാകാരന്മാർ പല കഥാപാത്രങ്ങളെയും നൃത്തരൂപത്തിൽ അവതരിപ്പിച്ചു. ഒരേ സമയം 2 വേദികളിൽ കലാകാരന്മാരുടെ നൃത്തരൂപം ദർശിക്കുവാൻ കഴിഞ്ഞത് യക്ഷഗാന പ്രേമികൾക്ക് പുത്തൻ അനുഭവമായി മാറി. ഗോപാലകൃഷ്ണ ക്ഷേത്രത്തിൻ്റെ സഹകരണത്തോടെ കൂഡ്ലു മേളവും മാണില മേളവും സംയുക്തമായാണ് യക്ഷഗാനം സംഘടിപ്പിച്ചത്. 100 കണക്കിന് പേരാണ് യക്ഷഗാനം കാണുവാനായി ക്ഷേത്ര പരിസരത്ത് എത്തിയത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.